ഹലോ ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങളൊരു 10th ക്വാളിഫൈഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു അവസരമായിട്ട് റെയിൽവേയിൽ ഏറ്റവും പുതിയൊരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാൻ പോവുകയാണ്. ജനുവരി 31 തീയതിയാണ് നമുക്ക് ഈ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നത്. ദെൻ നിങ്ങൾക്ക് മാർച്ച് 2 തീയതി വരെ ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ടുള്ള സമയവും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ ഏജ് ലിമിറ്റ് എന്തൊക്കെയാണ്, അതുപോലെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഇതിന്റെ സിലബസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്ക് 21 തീയതി നോട്ടിഫിക്കേഷൻ വരുന്നുള്ള ഒരു ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ചില കാര്യങ്ങൾ കൊണ്ട് അത് ഷിഫ്റ്റ് ചെയ്തിരിക്കുവാണ്. നമുക്ക് 31/1/2026 ഇതിന്റെ അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിന് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ഫെബ്രുവരി കഴിഞ്ഞ മാർച്ച് കേട്ടോ 2/3/2026 വരെ നമുക്ക് സമയം ഉണ്ടാകും. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ ഏതൊക്കെ പോസ്റ്റിലേക്കാണ്, എത്രയൊക്കെയാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകദേശം റെയിൽവേയിലെ 22,000 വേക്കൻസിയാണ് ഈ ഒരു പരീക്ഷയിൽ ഈ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പോസ്റ്റിലേക്ക് വിളിച്ചിരിക്കുന്നത്. അതിൽ അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ 600 വേക്കൻസി, അസിസ്റ്റന്റ് ബ്രിഡ്ജ് 600, ട്രാക്ക് മെയിൻ്റനൻസ് ഗ്രൂപ്പ് 4 വരുന്ന പോസ്റ്റാണ് ഏറ്റവും കൂടുതൽ. ഫിസിക്കൽ വർക്കും അതുപോലെ ഇതിന്റെ തന്നെ വേക്കൻസിയുടെ പകുതിയിൽ വേക്കൻസി വന്നിരിക്കുന്നത് ഇതിനാണ്, ട്രാക്ക് മെയിൻ്റനൻസ് ആണ്. ദെൻ PV ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് 300 വേക്കൻസിയാണ്. അസിസ്റ്റന്റ് ലോക്കോ ഷീൽഡ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ 200 വേക്കൻസി, അസിസ്റ്റന്റ് ഓപ്പറേഷൻ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ 500 വേക്കൻസി, അസിസ്റ്റന്റ് TL ആൻഡ് AC ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വരുന്നത്, ടെക്നിക്കൽ ലെവലാണ്, 50 വേക്കൻസീസും, അസിസ്റ്റന്റ് പോയിന്റ്സ്മാന്, അസിസ്റ്റന്റ് SNT ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയതിൽ ഏകദേശം ഇത്രയും 1000, 5000, 1500 അങ്ങനെ ടോട്ടൽ 22,000 വേക്കൻസീസ് ആണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 10th നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ പറ്റും, പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വെറുതെ അപേക്ഷിച്ചിട്ട് കാര്യമില്ല. പ്രോപ്പറായിട്ട് നമ്മൾ സിലബസ് പ്രകാരം ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ റെയിൽവേയിൽ ഒരു സ്വപ്ന ജോലി നിങ്ങൾക്ക് എന്താക്കാം, സാക്ഷാത്കരിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെങ്ങനെയാണ് അടുത്തത്, ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് ഓൺലൈൻ ആയിട്ടായിരിക്കും എക്സാം വരുന്നത്. സാധാരണ നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് പേപ്പർ പെൻ മോഡിൽ കറുപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ഓൺലൈൻ ആയിട്ടായിരിക്കും എക്സാം നടത്തുന്നത്. അതിന് ഫസ്റ്റ് നമുക്ക് CBT ബെസ്റ്റ് ഒരു ടെസ്റ്റ് ആയിരിക്കും വരുന്നത്. CBT ഫസ്റ്റ് ആയിരിക്കും വരുന്നത്. ഇനി അത് ക്വാളിഫൈ കഴിഞ്ഞാൽ ചില ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നമുക്ക് പല ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പല ജോബിന് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നുണ്ട്. ദെൻ അതും വരുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, നമ്മുടെ സർട്ടിഫിക്കറ്റ്, നമ്മുടെ ക്ലാസ്സിന്റെ നമ്മളുടെ 10th അതിന് സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കുന്നത്, മെഡിക്കൽ എക്സാമിനേഷനും ആയിരിക്കും നമുക്ക് മെയിനായിട്ടും എന്തിനു വരുന്നത്, ഈ ഒരു പരീക്ഷാ രീതി അല്ലെങ്കിൽ സ്വഭാവം എന്ന് പറയുന്നത്. ഇനി എക്സാം പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കാം. നമുക്ക് 25 മാർക്ക് നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ചിരിക്കുന്ന CBSE ബേസ് ചെയ്തിട്ടുള്ള സയൻസിലായിരിക്കും 25 മാർക്ക് വരുന്നത്. പിന്നെ മാത്സിന് 25, റീസണിങ്ങിന് 30. അപ്പോൾ 30 നമുക്ക് കൂടുതൽ മാർക്ക് വരുന്നത് എന്തിനാണ്, 70 മാർക്കോളം നമുക്ക് GK അതുപോലെ തന്നെ GK അല്ല, ജനറൽ സയൻസും റീസണിങ്ങും അതുപോലെ തന്നെ മാത്സിനും കൂടിയിട്ടാണ് വരുന്നത് അല്ലെ. ഇനി ബാക്കി 20 മാർക്കാണ് നമുക്ക് GK GS എന്ന് പറഞ്ഞു വരുന്നത്. ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ഓരോ ടോപ്പിക് ഏതൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ സാലറി 18K എന്ന് പറഞ്ഞെങ്കിൽ പോലും നമുക്ക് ഹൗസ് റെന്റ്, അതുപോലെ TA, DA തുടങ്ങിയ ഒരുപാട് നേട്ടങ്ങൾ കൂടി തന്ന് ഇൻ ഹാൻഡിൽ ഒരു 40യുടെ അടുത്ത് 35 to 40യുടെ കയ്യിൽ നമുക്ക് ഇൻ ഹാൻഡിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു നല്ല പോസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി ബാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട് OBC കാറ്റഗറിയിലുള്ളവർക്ക് 500 രൂപയും അതുപോലെ SC/ST ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ 250 രൂപയുമായിരിക്കും എന്ത് വരുന്നത്, എക്സാം ഫീസ് വരുന്നത് കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ എക്സാമിന് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് CBT ആണെന്ന് പറഞ്ഞു. അതേപോലെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. അപ്പോൾ ഒരു ചോദ്യത്തിന് 0.33 വെച്ചിട്ടായിരിക്കും നെഗറ്റീവ് മാർക്കിന് മാർക്ക് കുറയുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു, ഓരോന്നിൻ്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. എക്സാം നിങ്ങൾക്ക് 90 മിനിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. 90 മിനിറ്റ്സിൽ ഈ പറഞ്ഞ രീതിയിൽ 100 ചോദ്യങ്ങളായിരിക്കും ഓരോ ഏരിയയിൽ നിന്ന് ഉണ്ടാവുന്നത്. ഇതിൽ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസും വരുന്നത് ജനറൽ അവയർനെസ്സിൽ കറണ്ട് അഫേഴ്സിനായിരിക്കും കേട്ടോ. അതിനെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക.
ഇനി ഇവിടെ തന്നെ നമുക്ക് മാത്സിൻ്റെ ടോപ്പിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് ഏതാണ് നമ്പർ സീരീസും ടൈം ആൻഡ് ഡിസ്റ്റൻസും അതുപോലെ റേഷ്യോ ഒക്കെയാണ്. അപ്പോൾ ഇതിൽ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരുന്നത്. നമ്പർ സിസ്റ്റം അതൊക്കെ ബേസ് ആയിട്ട് നമുക്ക് ഒരു 10th ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിരിക്കും റെയിൽവേ നടത്തുന്നതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്കത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഇനി അതുപോലെ റീസണിങ്ങിൽ ചോദ്യം വരുന്നത് ഓൾഡ് വൺ ഔട്ട്, ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ആണ് സാധാരണ SSC ലെവൽ എക്സാമിന് കൂടുതൽ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലഡ് റിലേഷൻ. ഓക്കെ, ഇനി ഇതിൽ തന്നെ കെമിസ്ട്രിക്കാണ് കഴിഞ്ഞ തവണ കേട്ടോ കൂടുതൽ ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഫിസിക്സിലെട്ട് ബയോളജിക്ക് 7 ക്വസ്റ്റ്യൻസ് ആയിരുന്നു വരുന്നത്. 25 മാർക്കാണ് അവിടെ നമുക്ക് വരുന്നത്. ഇനി ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കേണ്ടത് ഏതാണ്? കറണ്ട് അഫേഴ്സ് ആണ്. ഏകദേശം 13 മാർക്കാണ്. ബാക്കിയൊക്കെ നമുക്ക് മാർക്ക് കുറവാണ്. പിന്നെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഏരിയാസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ നമ്മളത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് ഈ വരുന്ന എക്സാമിന് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് കൂടി ഞാനൊന്ന് പറയട്ടെ. നമുക്ക് ജനറൽ കാറ്റഗറിക്ക് 33 വയസ്സ് വരെയാണ് ഇതിന് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ OBC കാറ്റഗറിയിൽ വരുന്ന ആൾക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ 36 വയസ്സ് വരെ ഇതിന് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ SC STക്കാർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. എക്സ് മിലിറ്ററിക്കാർക്കാണെങ്കിലും ഏജ് റിലാക്സേഷൻ ധാരാളമായിട്ടുണ്ട്. മാത്രമല്ല ബാക്കിയുള്ളവരെക്കാളും കട്ട് ഓഫ് നിങ്ങൾക്ക് എന്തായിരിക്കും? ഇവിടെ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി അതായത് നോട്ടിഫിക്കേഷൻ വന്ന് നമുക്ക് ധാരാളം സമയമുണ്ട് എക്സാമിനൊക്കെ. ഒരു അടുത്ത ഇയർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് എക്സാം വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ പഠിച്ച് കുറേശ്ശെയായിട്ടാണ് നമ്മൾ പഠിച്ച് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഏരിയയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പഠനം ആരംഭിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സെക്കൻഡ് ബാച്ച് RRB ഗ്രൂപ്പ് 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ കോഴ്സിൽ നമ്മുടെ കൂടെ കൂടാൻ താല്പര്യമുണ്ട് എങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. നമ്മുടെ ക്ലാസ്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 150 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് പറയുന്നത്. 150 ദിവസം കൊണ്ട് ഓരോ ദിവസവും നിങ്ങൾ കൃത്യമായി പഠിക്കേണ്ട ടോപ്പിക്സ് നിങ്ങൾക്ക് തരും. 5 ദിവസം കൂടുമ്പോൾ അതിൻ്റെ മോക്ക് ടെസ്റ്റ് 5, 10, 15 അങ്ങനെ മോക്ക് ടെസ്റ്റ്, NCERT ലൂസൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ലൈവ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും MCQ ഡിസ്കഷനും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നൽകുന്നതാണ്. മാക്സിമം ലൈവ് ക്ലാസ്സസും മാക്സിമം ക്വസ്റ്റ്യൻസും MCQ വർക്കൗട്ടും PYQ വർക്കൗട്ടും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. Till then, bye bye and thank you.